ഹായ് ഗൈസ്, ഇവിടെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ വേണ്ടിയിട്ട് ബസ്സിന് കാത്തിക്കുന്നു. ബാങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാലക്കുന്ന് എത്തി, ബസ് കിട്ടി. നമ്മൾ ബസ്സിൽ കയറി ഇപ്പോൾ പാലക്കുന്ന് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. ഉള്ളിലെത്തി. പിന്നെ നമ്മൾ ബാസ്ക്കറ്റ് എടുക്കാൻ പോയി. നമ്മൾ ലിസ്റ്റാക്കി സാധനങ്ങളെല്ലാം വാങ്ങിയിടാൻ വേണ്ടി ബാസ്ക്കറ്റ് എടുക്കാൻ പോയി. ബാസ്ക്കറ്റ് എടുത്തിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഓരോന്നേ നോക്കിക്കൊണ്ടേണ്ട് എടുക്കാൻ വേണ്ടി. നല്ല സാധനങ്ങളുണ്ട്. എല്ലാത്തിനും ഓഫറില്ല, കുറച്ച് സാധനത്തിനുണ്ട്. പഞ്ചസാര, തരി, അങ്ങനെയെല്ലാം ഓഫറുണ്ട്. മുളക് പൊടി, പിന്നെ ചെറുപയർ, പയർ, കടല, അതിനെല്ലാം നല്ല ഓഫറുണ്ട്. നല്ല ഡബിളായിട്ട് കിട്ടും ഇങ്ങനെ. അപ്പോൾ വെളുത്ത കടല, ചുവന്ന കടല എന്നെല്ലാം ഓഫറുണ്ട്. ഇതെല്ലാം സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലേമ്പോൾ സ്റ്റീൽ പാത്രങ്ങളെല്ലാം ഉണ്ട്. കുറേ സ്റ്റീൽ പാത്രങ്ങൾ, പിന്നെ പഞ്ചസാര, ചായപ്പൊടിയെല്ലാം ഇട്ടേക്കുന്ന ആളുകൾ ഇടുന്നുണ്ട്. പിന്നെ പഞ്ചസാര, ചായപ്പൊടി ഇടുന്ന ആളുകൾ. പിന്നെ നമ്മളെന്താക്കി സോപ്പ് വാങ്ങി, അലക്ക് സോപ്പ്. ഒരു ഫ്ലവർ 10 രൂപ വരെ ഫ്ലവർ സോപ്പുണ്ട്. ഫ്ലവർ സോപ്പ് വാങ്ങി 4 നമ്മളെടുത്തു. വേണമെങ്കിൽ എടുക്കാമല്ലോ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിൽ നോക്കാം, നല്ല ഉണ്ടോയെന്ന് നോക്കണ്ടേ. അങ്ങനെ 4 എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ 4 എടുത്തു. പിന്നെ നമ്മൾ ഓരോന്നേ നോക്കിക്കൊണ്ടേ. നല്ല സാധനങ്ങളുണ്ട്, പക്ഷെ പൈസയും വേണം. ഓഫറുള്ളതുണ്ട്. ഇതാ ക്രീമിൻ്റെ കൂടാരം. ഇത് ക്രീം, ഇഷ്ടംപോലെ ക്രീമുണ്ട്. നല്ല ഫോൺസിൻ്റെ നല്ല ക്രീമുണ്ട്. നല്ല നൈറ്റിലെല്ലാം ഉപയോഗിക്കുന്ന നല്ല ക്രീമുകളുണ്ട്. ക്രീം നല്ല ഇതെല്ലാം നല്ല സോഫ്റ്റാവും ഇതെല്ലാം തേച്ചാൽ. ഇതെല്ലാം കുറേ ക്രീമുണ്ട്. ക്രീമിൻ്റെ കൂടാരം ഇഷ്ടം പോലെ ഉണ്ട്. നല്ല നിവ്യയുടെ ഫോൺ, പിന്നെ ഒരു ലാക്മീയുടെ നല്ലൊരു ഗോൾഡൻ്റെ ഒരു ക്രീമുണ്ട്. അതെല്ലാം തേച്ച് നല്ല ഉണ്ടാവും തോന്നുന്നു. നമ്മൾ തേച്ചിട്ടൊന്നുമില്ല. പിന്നെ ഫെയർ ലവ്ലിൻ്റെ ഒരു ഗോൾഡൻ, അതെല്ലാം നല്ല ഉണ്ടാവും. ഭയങ്കര പൈസയും ഉണ്ടാവും. നമ്മളതൊന്നും വാങ്ങിയിട്ടാണ് ഞങ്ങളെ പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. പിന്നെ ഫേസ് വാഷുകളെല്ലാം ഉണ്ട്. ഫേസ് വാഷെല്ലാം ഉണ്ട് കുറേ ഉണ്ട് പിന്നെ ഷാമ്പുകൾ, കുറേ ഷാമ്പിൻ്റെ കൂടാരം, പിന്നെ നല്ല ക്രീമുകൾ ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മളെ ബാസ്ക്കറ്റിലിട്ടിട്ട് നമ്മൾ ഓരോന്നേ നോക്കിക്കൊണ്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ. പിന്നെ അപ്പോഴേക്കാണ് ഇവിടെ ഓഫറുള്ളത്. ഇവിടെ കുറേ മിൽക്ക് മെയ്ഡിൻ്റെ ഓഫറുണ്ട്. കുറേ ഓഫറുണ്ട്. ഇതെല്ലാം ഓഫറിലെ സാധനം ഓണത്തിന്. പിന്നെ ഇത് ചിക്കൻ മസാലയും സാമ്പാർ പൊടിയും 60 എത്ര 2 പാക്കറ്റിന് എത്ര ഇരുന്നു. ഒന്നിന് തന്നെ 50 ഇല്ലാന്നല്ലേ. 2-ന് 60 ചില്ലറ ഓഫറുണ്ട്. നല്ല ഓഫറുണ്ട്. ഇവിടെ വന്നാൽ നല്ല ഓഫറിലെ സാധനം കിട്ടുക. പൈസ വേണം. പിന്നെ ടൊമാറ്റോ സോസിൻ്റെ എല്ലാം ഓഫറുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ തന്നെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. സർപ്പിൻ്റെ അതിൻ്റെ എല്ലാം ഇവിടെ റേറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിരിക്കുന്നത് ഇവിടെ എല്ലാം അതിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഓഫറിലെ സാധനമാണ് ഈ ഭാഗത്തിലെല്ലാം. വേറെ ഓഫറില്ലാത്തതുണ്ട്, ഓഫറിൻ്റെതുണ്ട്, ഓഫറില്ലാത്തതുണ്ട്. പിന്നെ ബിരിയാണി ഏരിയയിലുണ്ട് ഓഫറുള്ളത്. ഓരോ ബിരിയാണി ഏരിയ ഇരിക്കുമ്പോൾ ഒന്ന് ഫ്രീ ആകുമ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുക, പെർഫ്യൂമെല്ലാം ഉണ്ട്. വേർപ്പ് നാറ്റത്തിൻ്റെ എല്ലാം ഉപയോഗിക്കും. കുറേ പെർഫ്യൂമുണ്ട്. പിന്നെ ഇതെല്ലാം റോസ് വാട്ടർ, പിന്നെ ബോഡി സ്പ്രേ. നമ്മളടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ വേണമെങ്കിൽ അടിക്കുന്നു. അതിന് വെറുതെ അടിച്ചിട്ട് കളിയുന്നവരെ നഷ്ടമാക്കുന്നേ. അങ്ങനെ ഓരോന്നേ നമ്മൾ നോക്കിക്കൊണ്ട് വന്നു. പിന്നെ ബോഡി സ്പ്രേയിൽ കുറേ ഇടാം. പിന്നെ ഉള്ളത് ബാത്റൂമിലെല്ലാം നല്ലൊരു മണം വരുന്നത്. പിന്നെ നമ്മൾ സാധനമെല്ലാം മേടിച്ചു. പിന്നെ ഫിനോലെല്ലാം നല്ല 2-ന് 70 രൂപ ഉണ്ട്. നമ്മൾ ഫിനോലിന് 2-ന് 70 രൂപ. നമ്മൾ ബില്ല് പേ ആക്കാൻ കൊണ്ടുപോയി. വീട്ടിലേക്ക് എത്തി. പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് അമ്മ ഓരോ സാധനങ്ങളെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓഫറിൽ സാധനം. നമുക്ക് 1600 രൂപയ്ക്ക് എത്ര സാധനമുണ്ട്. പിന്നെ ഇതെല്ലാം ഓഫറിൽ സാധനം. ഇത് തരി, പഞ്ചസാര, ചെറുപയർ, ഉഴുന്ന് പരിപ്പ്, പിന്നെ മുളക് പൊടി, അതെല്ലാം ഓഫറുള്ളത്. ഇതെല്ലാം മസാലകളെല്ലാം ഓഫറുള്ളത് സാധനം. പിന്നെ നമ്മൾ ഓരോന്നേ എടുത്തേക്കുന്നുണ്ട്. 3 പപ്പടത്തിന് 30 രൂപ. പിന്നെ ഫിനോലിന് 70 രൂപ 2-ന്. നല്ല ലാഭമുണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ ചോറെല്ലാം വേവിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ചായക്കുള്ള പരിപാടി.
കേങ്ങ് ഉണ്ടായിന്. ആ കേങ്ങ് കൊണ്ട് അമ്മ കേങ്ങ് മുറിച്ചു. പിന്നെ അത് കടലപ്പൊടിയിലാവുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കായെല്ലാം ഇട്ടിട്ട് അമ്മ ഇത് മൈദ ഇട്ടിട്ട് പൊടിയാക്കണ്ടേ. ഇത് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെങ്ങനെ ആക്കണം, നല്ലോണം വെള്ളമായിക്കൂടാ, കുറച്ച് കട്ടിയാക്കണം. എന്നിട്ട് എല്ലാം കലക്കി വെച്ച് റെഡിയാക്കി ഓരോന്നേ അമ്മ ഇട്ട് കൊടുത്ത് അതിനെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അമ്മ എല്ലാം മുക്കിയിട്ട് അരത്തേക്ക് ഇടുന്നു. എണ്ണക്കെല്ലാം ഭയങ്കര ക്ഷാമം, എന്നാലും നമ്മളെ ഒന്ന് ആക്കി കുറച്ച് വെച്ച് ഇപ്പോൾ മറ്റേ രുചി ഗോൾഡിന് ഭയങ്കര കുറവല്ലേ. അങ്ങനെ അമ്മ ഓരോന്നേ എല്ലാം മുക്കിയിട്ട് അരത്തേക്ക് ഇട്ട് പിന്നെ പൊരിച്ചെടുത്തിട്ട് പിന്നെ അപ്പുറം വെച്ചിരുന്നത് നല്ല ടേസ്റ്റാണ്.